Hi friends, I am bijo varghese. Welcome back to Financial Server. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ പേര് ഹെൽത്ത് അബ്സല്യൂട്ട് എന്നാണ്. ഈ പോളിസി നമുക്കായി നൽകുന്നത് ഇന്ത്യയിലെ പ്രമുഖ ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ഫ്യൂച്ചർ ജനറാലിയാണ്. 190 വർഷത്തിൽ പരം പാരമ്പര്യമുള്ള ഒരു ഗ്ലോബൽ കമ്പനിയാണ് ജനറാലി. ഫ്യൂച്ചർ ഗ്രൂപ്പുമായി ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് ഫ്യൂച്ചർ ജനറാലി. 2006 മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഫ്യൂച്ചർ ജനറാലി. OP ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, അബ്രോഡ് കവറേജ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉള്ള മികച്ചൊരു പോളിസി തന്നെയാണ് ഹെൽത്ത് അബ്സല്യൂട്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. കാരണം നിങ്ങളുടെ ലൈക്കാണ് ഈ ചാനലിന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് അബ്സല്യൂട്ട് എന്ന പ്ലാനിന്റെ ഫീച്ചേഴ്സും ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പരിശോധിക്കാം. പോകാം സ്ക്രീനിലേക്ക്. ഹെൽത്ത് അബ്സല്യൂട്ട് 3 വേരിയന്റുകളിലാണ് ലഭിക്കുന്നത്. 1 ക്ലാസിക്, 2 പ്ലാറ്റിനം, 3 സിഗ്നേച്ചർ. ഈ പോളിസിയുടെ സം ഇൻഷ്വേർഡ് എന്നത് ക്ലാസിക് പ്ലാനിൽ 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെയും പ്ലാറ്റിനം പ്ലാനിൽ 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം, 35 ലക്ഷം എന്നിങ്ങനെയും സിഗ്നേച്ചർ പ്ലാനിൽ 50 ലക്ഷം, 75 ലക്ഷം, 1 കോടി എന്നിങ്ങനെയുമാണ് ലഭിക്കുന്നത്. ഈ പോളിസിയുടെ മിനിമം എൻട്രി ഏജ് എന്നത് അഡൽട്ട് ആണെങ്കിൽ 18 വയസ്സ് മുതലും കുട്ടികളാണെങ്കിൽ ഡേ 1 മുതലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പോളിസിയുടെ പരമാവധി പ്രായം എന്നത് കുട്ടികളാണെങ്കിൽ 25 വയസ്സ് വരെ മാത്രമാണ്. അഡൽട്ടിന് മാക്സിമം ഏജ് പറയുന്നില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പോളിസി ലൈഫ് ലോങ് റിന്യൂവൽ ചെയ്യാവുന്നതാണ്. ഈ പോളിസി ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും നോൺ ഫ്ലോട്ടറായും എടുക്കാവുന്നതാണ്. സെൽഫ്, സ്പൗസ്, ലിവിംഗ് പാർട്ട്ണർ, ചിൽഡ്രൻ, പേരൻസ് എന്നിവർക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് അപ് ടു സം ഇൻഷ്വേർഡ് ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. യാതൊരുവിധ ക്യാപ്പിങ്ങും റൂമിനോ ICUവിനോ വരുന്നില്ല. എല്ലാ വിധത്തിലുമുള്ള ഡേ കെയർ പ്രൊസീജിയറുകളും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷ്വേർഡ് ആണ് ലഭിക്കുന്നത്. ഈ പോളിസിയുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് 60 ദിവസമാണ്. അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു മുമ്പുള്ള 60 ദിവസത്തെ ബില്ലുകൾക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ പോളിസിയുടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് ക്ലാസിക് വേരിയന്റിൽ 90 ദിവസവും പ്ലാറ്റിനം വേരിയന്റിൽ 120 ദിവസവും സിഗ്നേച്ചർ വേരിയന്റിൽ 180 ദിവസവുമാണ്. അതായത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ദിവസങ്ങളിലും നിങ്ങൾക്ക് ക്ലെയിം തുക ലഭിക്കുന്നതാണ്. റീസ്റ്റോറേഷൻ ഫെസിലിറ്റി 3 വേരിയന്റിലും ലഭിക്കുന്നതാണ്. സെക്കൻഡ് ക്ലെയിം മുതലാണ് റീസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയാണോ സം ഇൻഷ്വേർഡ് അത്രയും തുക തന്നെ ഒരു പ്രാവശ്യം റീസ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെറ്റേണിറ്റി ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. നോർമൽ ഡെലിവറിക്കും സിസേറിയനും 2 രീതികളിലായിട്ടായിരിക്കും ക്ലെയിം തുക ലഭിക്കുക. ആദ്യം നമുക്ക് നോർമൽ ഡെലിവറി നോക്കാം. ക്ലാസിക് വേരിയന്റിൽ 3 ലക്ഷം രൂപ സം ഇൻഷ്വേർഡിന് 25,000 രൂപയും 5 ലക്ഷം, 10 ലക്ഷം എന്നീ സം ഇൻഷ്വേർഡിന് 30,000 രൂപയുമാണ് ലഭിക്കുക. പ്ലാറ്റിനം വേരിയന്റിൽ 15 ലക്ഷം സം ഇൻഷ്വേർഡിന് 40,000 രൂപയും 20, 25, 30, 35 സം ഇൻഷ്വേർഡിന് 50,000 രൂപയുമാണ് ലഭിക്കുക. സിഗ്നേച്ചർ വേരിയന്റിൽ 1 ലക്ഷം രൂപയുമാണ് നോർമൽ ഡെലിവറിക്ക് ലഭിക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അഡീഷണൽ 10,000 രൂപ കൂടി നിങ്ങൾക്ക് എല്ലാ വേരിയന്റിലും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് സിസേറിയൻ നോക്കാം. ക്ലാസിക് വേരിയന്റിൽ 3 ലക്ഷം സം ഇൻഷ്വേർഡിന് 25,000 രൂപയും 5 ലക്ഷം സം ഇൻഷ്വേർഡിന് 30,000 രൂപയും 10 ലക്ഷം സം ഇൻഷ്വേർഡിന് 50,000 രൂപയും ലഭിക്കുന്നതാണ്. പ്ലാറ്റിനം വേരിയന്റിൽ 15 ലക്ഷം സം ഇൻഷ്വേർഡിന് 60,000 രൂപയും ബാക്കി വരുന്ന സം ഇൻഷ്വേർഡിന് 1 ലക്ഷം രൂപയും ലഭിക്കുന്നതാണ്. സിഗ്നേച്ചർ പ്ലാനിൽ 2 ലക്ഷം രൂപയാണ് സിസേറിയന് ലഭിക്കുന്നത്. നോർമൽ ഡെലിവറിക്ക് പറഞ്ഞതുപോലെ തന്നെ സിസേറിയനിലും പെൺകുട്ടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അഡീഷണൽ 10,000 രൂപ ലഭിക്കുന്നതാണ്. പ്രീ നേറ്റൽ ഹോസ്പിറ്റലൈസേഷൻ ക്ലാസിക്കിൽ 30 ദിവസവും പ്ലാറ്റിനത്തിൽ 60 ദിവസവും സിഗ്നേച്ചറിൽ 90 ദിവസവുമായി ലഭിക്കുന്നതാണ്. പോസ്റ്റ് നേറ്റൽ ഹോസ്പിറ്റലൈസേഷൻ 3 വേരിയന്റിലും 45 ദിവസം ലഭിക്കുന്നതാണ്. ന്യൂബോൺ ബേബി എക്സ്പെൻസ് ക്ലാസിക് വേരിയന്റിൽ ലഭ്യമല്ല. പ്ലാറ്റിനത്തിലും സിഗ്നേച്ചറിലും അമ്മയ്ക്ക് എത്രയാണോ സം ഇൻഷ്വേർഡ് ഉള്ളത് ആ തുക വരെ ന്യൂബോൺ ബേബി എക്സ്പെൻസ് ആയി ലഭിക്കുന്നതാണ്. വാക്സിനേഷൻ ബെനിഫിറ്റ് ക്ലാസിക് വേരിയന്റിൽ ലഭ്യമല്ല. പ്ലാറ്റിനം വേരിയന്റിൽ അപ് ടു 1 ഇയർ വരെ 5,000 രൂപയും സിഗ്നേച്ചറിൽ അപ് ടു 1 ഇയർ വരെ 10,000 രൂപയും ലഭിക്കുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി എക്സ്പെൻസ് ക്ലാസിക് വേരിയന്റിൽ ലഭ്യമല്ല. എന്നാൽ പ്ലാറ്റിനം വേരിയന്റിലും സിഗ്നേച്ചർ വേരിയന്റിലും ലഭിക്കുന്നതാണ്. ഇത് ഓവർ ആൻഡ് എബോവ് മെറ്റേണിറ്റി ലിമിറ്റ് ലഭിക്കുന്നതാണ്. ഇതിന് 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. 3 വേരിയന്റിലും ഓർഗൻ ഡോണർ എക്സ്പെൻസ് അപ് ടു സം ഇൻഷ്വേർഡ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് പേഷ്യൻ്റ് കെയർ. 60 വയസ്സിന് മുകളിലുള്ളവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ
പെർ ഡേ ക്ലാസിക് വേരിയൻറ്റിൽ 350 രൂപയും പ്ലാറ്റിനം വേരിയൻറ്റിൽ 500 രൂപയും സിഗ്നേച്ചർ വേരിയൻറ്റിൽ 1000 രൂപയും ലഭിക്കുന്നതാണ്. ഒരു ഹോസ്പിറ്റലൈസേഷന് പരമാവധി 10 ദിവസവും ഒരു പോളിസി ഇയറിൽ പരമാവധി 30 ദിവസവുമാണ് ഈ ഫെസിലിറ്റി ലഭിക്കുന്നത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് പെർ ഡേ 500 രൂപ ക്ലാസിക് വേരിയൻറ്റിലും പെർ ഡേ 750 രൂപ പ്ലാറ്റിനം വേരിയൻറ്റിലും പെർ ഡേ 1000 രൂപ സിഗ്നേച്ചർ വേരിയൻറ്റിലും ലഭിക്കുന്നതാണ്. പരമാവധി 30 ദിവസമാണ് ഈ ഫെസിലിറ്റി ലഭിക്കുന്നത്. ആക്സിഡന്റ് മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എത്രയാണ് സം ഇൻഷ്യൂർഡ് നിലവിലുള്ളത് അതിൻ്റെ 25% എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പരമാവധി തുക എന്നത് 10 ലക്ഷം രൂപയാണ്. ഹോം ഹെൽത്ത് കെയർ 3 വേരിയൻറ്റിലും ലഭിക്കുന്നതാണ്. പരമാവധി സം ഇൻഷ്യൂർഡിൻ്റെ 20% ലഭിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റായ ആയുഷ് ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. പക്ഷേ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിന് ലഭിക്കുന്നതല്ല. എല്ലാം റീഇംബേഴ്സ്മെൻറ്റ് ആയിരിക്കും. ഇന്ത്യക്ക് വെളിയിലുള്ള ചികിത്സ ക്ലാസിക്കിലും പ്ലാറ്റിനത്തിലും ലഭിക്കുന്നതല്ല. സിഗ്നേച്ചർ വേരിയൻറ്റിൽ ഇത് ലഭിക്കുന്നതാണ്. ഇതിന് 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. റോഡ് ആംബുലൻസ് 3 വേരിയൻറ്റിലും ലഭിക്കുന്നതാണ്. ക്ലാസിക്കിൽ 1500 രൂപയും പ്ലാറ്റിനത്തിൽ 2000 രൂപയും സിഗ്നേച്ചറിൽ 5000 രൂപയും പെർ ഹോസ്പിറ്റലൈസേഷന് ലഭിക്കുന്നതാണ്. ഇത് റീഇംബേഴ്സ്മെന്റ് ആയിട്ടായിരിക്കും ലഭിക്കുക. എമർജൻസി മെഡിക്കൽ ഇവാക്യുവേഷൻ ക്ലാസിക് വേരിയന്റിൽ ലഭ്യമല്ല. പ്ലാറ്റിനം വേരിയന്റിലും സിഗ്നേച്ചർ വേരിയന്റിലും ലഭിക്കുന്നതാണ്. പരമാവധി സം ഇൻഷ്യൂർഡിന്റെ 5% റീഇംബേഴ്സ്മെന്റായി ലഭിക്കുന്നതാണ്. ഈ ഒപ്പീനിയൻ 3 വേരിയന്റിലും ലഭിക്കുന്നതാണ്. ഒരു പോളിസി പീരീഡിൽ പരമാവധി 2 തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഔട്ട് പേഷ്യന്റ് അഥവാ OPD ആണ്. OPD റീഇംബേഴ്സ്മെന്റ് ആയിട്ടാണ് ലഭിക്കുന്നത്. ക്ലാസിക് വേരിയന്റിൽ ഇൻഡിവിജ്വൽ പ്ലാനിൽ 3000 രൂപയും ഫാമിലി ഫ്ലോട്ടർ പ്ലാനിൽ 5000 രൂപയുമാണ് ലഭിക്കുക. മെന്റൽ അല്ലെങ്കിൽ സൈക്യാട്രിക് ഇൽനെസ്സിന് മാത്രമാണ് ക്ലാസിക് വേരിയന്റിൽ OPD ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ബിൽ എമൗണ്ടിന്റെ 70% മാത്രമാണ് ലഭിക്കുന്നത്. മെഡിസിന് 80% മാത്രമാണ് ലഭിക്കുന്നത്. ക്ലാസിക് പ്ലാനിൽ OPD റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നതല്ല. പ്ലാറ്റിനം വേരിയന്റിൽ ഇൻഡിവിജ്വൽ പ്ലാനിൽ 5000 രൂപയും ഫാമിലി ഫ്ലോട്ടറിൽ പരമാവധി 10000 രൂപയുമാണ് ലഭിക്കുക. ഇവിടെ ഡെന്റൽ ട്രീറ്റ്മെന്റിനാണ് OPD ബെനിഫിറ്റ് ലഭിക്കുന്നത്. ബില്ലിന്റെ 70% ലഭിക്കുന്നത്. മെഡിസിന് 80% ലഭിക്കുന്നു. OPD ലിമിറ്റ് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് OPD ലിമിറ്റ് റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നതാണ്. എന്നാൽ റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്ന OPD മെന്റൽ ഇൽനെസ്സിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. സിഗ്നേച്ചർ വേരിയന്റിൽ ഇൻഡിവിജ്വൽ പ്ലാനിൽ 15000 രൂപയും ഫാമിലി ഫ്ലോട്ടറിൽ പരമാവധി 30000 രൂപയുമാണ് ലഭിക്കുക. ഇവിടെയും ഡെന്റൽ ട്രീറ്റ്മെന്റിനാണ് കവറേജ് ലഭിക്കുന്നത്. ബില്ലിന്റെ 70% ലഭിക്കുക. മെഡിസിന് ബില്ലിന്റെ 80% ലഭിക്കുന്നതാണ്. പ്ലാറ്റിനം പ്ലാനിൽ പറഞ്ഞതുപോലെ OPD ലിമിറ്റ് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് OPD ലിമിറ്റ് റീസ്റ്റോർ ചെയ്ത് ഇവിടെയും ലഭിക്കുന്നതാണ്. ഇതും മെന്റൽ ഇൽനെസ്സിന് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ചൈൽഡ് വാക്സിനേഷൻ സിഗ്നേച്ചർ വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ പോളിസി എടുത്തിട്ടുള്ളവർക്ക് കമ്പനി നടത്തുന്ന വെൽനസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിനായി ഫ്യൂച്ചറിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത്തരം വെൽനസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ റിന്യൂവൽ സമയത്ത് നിങ്ങൾക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നോൺ ഫ്ലോട്ടർ ബേസിസ് ആയി 2 അതിലധികമോ ആളുകൾ ഈ പോളിസിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്രീമിയത്തിൽ 10% ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് വോളണ്ടറി ഡിഡക്റ്റബിൾ. വേറെ ഏതെങ്കിലും പോളിസി ഉള്ളവർക്കോ അല്ലെങ്കിൽ പ്രീമിയം കുറയണം എന്ന ആഗ്രഹമുള്ളവർക്കോ വോളണ്ടറി ഡിഡക്റ്റബിൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രീമിയം വളരെയധികം കുറയ്ക്കണമെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡാണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ നിലവിലെ നിങ്ങളുടെ രോഗങ്ങൾക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നതാണ്. സാധാരണ എല്ലാ പോളിസികളും പോലെ 30 ദിവസങ്ങൾക്ക് ശേഷമാണ് പോളിസി ആക്റ്റീവ് ആവുന്നത്. എന്നാൽ ആക്സിഡന്റിന് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. സ്പെസിഫൈഡ് ഇൽനെസ്സിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നതാണ്. ഇതിന് ഉദാഹരണങ്ങളാണ് ഹെർണിയ, കാറ്ററാക്ട്, കിഡ്നി സ്റ്റോൺ, വെരിക്കോസ് വെയിൻ, ENT പ്രോബ്ലംസ് മുതലായവ. ചുരുക്കി പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ഉള്ള മിക്ക അസുഖങ്ങളും സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതാണ്. ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് രോഗങ്ങൾക്ക് മാത്രം 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡും വരുന്നതാണ്. ലാസിക് സർജറി, ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. 61 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ ഈ പോളിസി എടുത്താൽ 20% കോപേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ 61 വയസ്സിന് മുമ്പ് പോളിസി എടുത്ത് തുടർന്ന് 61 വയസ്സ് കഴിഞ്ഞാൽ കോപേയ്മെന്റ് വരുന്നതല്ല.
കാട്രാക്ട്, ലാസിക് സർജറി, മോഡേൺ ട്രീറ്റ്മെന്റ്, ബാരിയാട്രിക് സർജറി എന്നിവയ്ക്ക് സബ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് പോളിസി എടുക്കുന്നതിനുള്ള മെഡിക്കൽ ചെക്കപ്പിനെ കുറിച്ചാണ്. 50 വയസ്സുവരെ ഈ പോളിസി എടുക്കുന്നവർക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. 50 വയസ്സിന് ശേഷം ജോയിൻ ചെയ്താൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതലും കണ്ടുവരുന്നത് ടെലിമെഡിക്കൽ ചെക്കപ്പാണ്. ഈ പോളിസിയുടെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖ ഗ്രൂപ്പായ മെഡി അസിസ്റ്റ് ആണ്. ഇനി നമുക്ക് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട നെഗറ്റീവ് സൈഡ് ഒന്ന് നോക്കാം. ഈ പോളിസിയിൽ OPD ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് മാത്രമേ തുക ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു അട്രാക്റ്റീവ് ഫീച്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ മോഡേൺ ട്രീറ്റ്മെന്റിന് സബ് ലിമിറ്റ് ഉള്ളതും ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രീമിയം വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം മുൻപിലത്തെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ 9495530858 എന്നെൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫൈനാൻഷ്യൽ സർവീസിൻ്റെ സേവനം ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളിസി എടുത്തു തരിക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ക്ലെയിമിൻ്റെ സമയത്തും റിന്യൂവൽ സമയത്തും മറ്റവസരങ്ങളിലും ഞങ്ങളുടെ സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിലോ ഏതെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെങ്കിലോ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിൻ്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്, സബ് ലിമിറ്റ്സ്, കോ പേയ്മെൻറ്റ്സ് എന്നിവയും അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഇതേക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു എന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെ ആണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ്, ബിജോ. ഹാവ് എ നൈസ് ഡേ.